ബാലസാഹിത്യ രംഗത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരിൽ ഒരാളായ ചന്ദിരൂർ താഹയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വ്യക്തിമുദ്രകളിൽ അവതരിപ്പിക്കുന്നത്. കുട്ടികളുടെ മനസ്സറിഞ്ഞ് ചന്ദിരൂർ താഹ കുട്ടികൾക്ക് രസിക്കുന്ന കഥകളും കവിതകളും എഴുതി മലയാള ബാലസാഹിത്യ രംഗത്ത് കുട്ടികളുടെ തോഴനായി മാറിയ ആളാണ് ചന്ദിരൂർ താഹ. കുട്ടികൾക്ക് വായിച്ചു രസിക്കാനും പാടി രസിക്കാനും വായിച്ചു പഠിക്കാനും അതിലളിതവും മനോഹരവുമായ കവിതകളാണ് താഹയുടെ തൂലികയിൽ നിന്ന് നിത്യേന അടർന്നു വീഴുന്നത്. 35 വർഷങ്ങൾക്ക് മുമ്പ് തത്തമ്മ മാസികയിൽ ഒരു കഥ എഴുതിക്കൊണ്ടാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നത്. പിന്നീട് എഴുത്ത് ഒരു സബര്യ പോലെ തുടർന്നു. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിലും ബാലസാഹിത്യം ജീവശ്വാസം പോലെ കൊണ്ടു നടന്നു. കുട്ടികൾക്കു വേണ്ടി നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളായി മാറി. മലയാളത്തിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക ബാലപ്രസിദ്ധീകരണങ്ങളിലും ഇപ്പോൾ തുടർച്ചയായി കഥകളും കവിതകളും എഴുതിക്കൊണ്ടിരിക്കുന്നു. വിവിധ പ്രസാധകർ ഇതിനകം 24 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ആകാശവാണിയിലും കുട്ടികൾക്കായി പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. 3000-ലധികം സമാന്തര പ്രസിദ്ധീകരണങ്ങളുടെ ശേഖരം അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. വിവിധ പ്രസിദ്ധീകരണങ്ങളിൽ നിരന്തരം കത്തുകൾ എഴുതിയും താഹ ശ്രദ്ധേയനായി. ഹിന്ദി, കന്നഡ, ഇംഗ്ലീഷ് ഭാഷകളിലേക്കും രചനകൾ മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈൻ മീഡിയയിലും അദ്ദേഹം വളരെ സജീവമാണ്. കോവിഡ് കാലത്തെ ഓൺലൈൻ മാധ്യമങ്ങളുടെ പ്രാധാന്യത്തോടൊപ്പം താഹയും അണിചേരുന്നു. ചെറുതും വലുതുമായ നിരവധി പുരസ്കാരങ്ങൾ താഹയെ തേടി എത്തിയിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് സാഹിത്യ സൗഹൃദങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്ന ചന്ദിരൂർ താഹ ബാലസാഹിത്യകാരന്മാരുടെ മുൻനിരയിലേക്ക് കുതിച്ചുയരുകയാണ്. സീ ഫുഡ് കമ്പനിയിൽ സൂപ്പർവൈസറായാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. ഭാര്യ റഹീന, മകൾ ഹന ഫാത്തിമ.